ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും വളരെ സന്തോഷമുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മുടെ 2025 നടന്ന KVS, NVS, EMRS എന്നിവയുടെ സെക്കൻഡ് ഇയർ എക്സാമുകളുടെ റിസൾട്ട് പബ്ലിഷായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മാർക്ക് ലിസ്റ്റ് മറ്റു കാര്യങ്ങൾ എടുക്കുന്നതിന് നമുക്ക് RTA കൊടുക്കാം. അപ്പോൾ KVSൻ്റെ കേന്ദ്രീയ വിദ്യാലയ സംഘത്തിൻ്റെയും നവോദയ വിദ്യാലയ സമിതിയുടെയും റിസൾട്ടാണ്. അതായത് ഒരു സബ്ജക്റ്റിൻ്റെ റിസൾട്ട്, പിന്നെ നോൺ ടീച്ചിങ്ങിൻ്റെ 1-2 റിസൾട്ടുകളാണ് ഇന്ന് ഏകദേശം രാവിലെ 11 മണിയോടുകൂടിയൊക്കെ എന്ത് ചെയ്തത് അനൗൺസ്മെൻറ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ നിന്ന് തന്നെ PGT കമ്പ്യൂട്ടർ സയൻസ്, TGT കമ്പ്യൂട്ടർ സയൻസ് സെക്കൻഡ് ഇയർ എഴുതിയവരൊക്കെ അത് നോക്കുക. നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പം റിസൾട്ടിൻ്റെ കാര്യങ്ങളിൽ കിടക്കാം. നമ്മുടെ കേന്ദ്രീയ വിദ്യാലയ സംഘത്തിൽ നോക്കുമ്പോഴത്തേക്ക് അതിൽ പ്രസ് റിലീസുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് കമൻസ്മെൻറ്റ് ഓഫ് ഫേസ് വൈസ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ് ഓഫ് ടയർ 2 റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ ഫോർ KVS, NVS, EMRS. അതിൽ വന്നിരിക്കുന്നത് കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർഡ് ഇൻ ദ ടയർ 2 റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ ഫോർ ഡിഫറെൻറ്റ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പൊസിഷൻസ് അറ്റ് ദ കേന്ദ്രീയ വിദ്യാലയ സംഘതൻ KVS, നവോദയ വിദ്യാലയ സമിതി, NVS are informed that CBSE has commenced the declaration of result. EMRSൻ്റെ വന്നിട്ടില്ല. EMRSൻ്റെ TGT, PGT കമ്പ്യൂട്ടർ സയൻസ് വന്നിട്ടില്ല. Okay. In the first phase, the Tier 2 result for the following posts are being declared on 17/8/2026. അപ്പോൾ വന്നിരിക്കുന്നത് PGT കമ്പ്യൂട്ടർ സയൻസ്, TGT കമ്പ്യൂട്ടർ സയൻസ്, ഫിനാൻസ് ഓഫീസർ, സ്റ്റെനോഗ്രാഫർ 1. അപ്പോൾ 2 നോൺ ടീച്ചിങ്ങിൻ്റെയും 1 ടീച്ചിങ്ങിൻ്റെയും റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റിസൾട്ട് ഏത് രീതിയിലാണ് വ്യൂ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യവും പറയാം. അപ്പം ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കരുതി ഇരുന്നുകൊള്ളുക. നിങ്ങൾക്കുള്ള ബാക്കിയുള്ള, അതായത് സെക്കൻഡ് ഇയർ പാസ്സായി കഴിഞ്ഞാൽ വേണ്ട സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അതായത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ഇൻ്റർവ്യൂ, അതിൻ്റെ എല്ലാം കാര്യങ്ങളിലേക്ക് കൂടി കടക്കുക. അതുപോലെ തന്നെ നോൺ ടീച്ചിങ്ങിൽ സ്കിൽ ടെസ്റ്റ് ആവശ്യമുള്ളവർ അതിലേക്കും കടക്കുക, അതിൻ്റെ പ്രിപ്പറേഷൻസും ആരംഭിക്കുക. ഓക്കെ. അപ്പം PGT കമ്പ്യൂട്ടർ സയൻസും TGT കമ്പ്യൂട്ടർ സയൻസും ഫിനാൻസ് ഓഫീസറും സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 1ൻ്റെയും എന്താണ് നോൺ ടീച്ചിങ്ങാണ് വന്നിരിക്കുന്നത്. അതിൽ KVSഉം NVSഉം മാത്രമാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. EMRSൻ്റെ പബ്ലിഷ് ചെയ്തിട്ടില്ല. KVS അതുപോലെ തന്നെ NVS ഇത് രണ്ടുമാണ് പബ്ലിഷ് ആയിരിക്കുന്നത്. EMRSൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പം നാളെയും മറ്റന്നാൾ വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ എല്ലാം തന്നെ റിസൾട്ട്സ് വരുന്നതായിരിക്കും. ഓക്കെ. ഇനി എങ്ങനെയാണത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ KVS കേന്ദ്രീയ വിദ്യാലയ സംഘതൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. KVS sangadan.nic.in എന്നും പറഞ്ഞിട്ട് നോക്കുക. അതിൽ നോക്കിക്കഴിയുമ്പോൾ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തെ ലിങ്ക് ടു ചെക്ക് ദ റിസൾട്ട്സ് ഓഫ് ടയർ 2 എക്സാമിനേഷൻ ഫോർ ദ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ്, ഫിനാൻസ് ഓഫീസർ ആൻഡ് സ്റ്റെനോഗ്രാഫർ 1 അതിൻ്റെ ലിങ്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ലിങ്ക് ടു ചെക്ക് റിസൾട്ട് ഓഫ് ടയർ 2 എക്സാം ഫോർ ദി പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ്, ഫിനാൻസ് ഓഫീസർ ആൻഡ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 1 ദ ന്യൂ എന്നും പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. ഇത് ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് വരുന്നത്. ഓൺലി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ലോഗിൻ പറഞ്ഞ് വരുന്നുണ്ട്. അവിടെ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ സ്റ്റാർട്ടിങ് 2598 സ്റ്റാർട്ട് ചെയ്യുന്ന രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുക്കുക. ഇനി രജിസ്ട്രേഷൻ നമ്പർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫർഗോട്ട് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, അത് ഉപയോഗിച്ച് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡും ഫർഗോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പാസ്വേഡും റിട്രീവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് ഇവിടെ കൊടുക്കുക. ഓക്കെ. ലോഗിൻ ചെയ്യുക. ഓക്കെ. ഇവിടെ ലോഗിൻ കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങളുടെ റിസൾട്ടിലേക്ക് പോകുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് മറ്റ് കാര്യങ്ങൾ ഒക്കെ ചെക്ക് ചെയ്യുന്നതിന്
ഓപ്ഷൻസ് വേറെ ഉണ്ട്. നമുക്ക് ഓപ്ഷൻസ് വന്നില്ലെങ്കിൽ ആർടേക്ക് എടുക്കാവുന്നതാണ്. അപ്പം കമ്പ്യൂട്ടർ സയൻസും ഇത് 2 നോൺ ടീച്ചിങ് എക്സാംസും എഴുതിയിട്ടുള്ളവർ, അതായത് PGT കമ്പ്യൂട്ടർ സയൻസ്, TGT കമ്പ്യൂട്ടർ സയൻസ്, ഫിനാൻസ് ഓഫീസർ, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 1, ഇത് KVSലും NVSലും സെക്കൻഡ് ഇയർ എഴുതിയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിസൾട്ട് ഇതുപോലെ നോക്കി കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം ബാക്കിയുള്ള EMRS ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ അപ്ഡേറ്റ്സുകൾ, റിസൾട്ടുകൾ വരുന്ന ദിവസങ്ങളിൽ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് എഴുതിയിട്ടുള്ളവർ, റിസൾട്ട് പാസ്സായിട്ടുള്ളവരൊക്കെ നമ്മളിവിടെ 146ഓളം പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് സെക്കൻഡ് ഇയർ. അപ്പോൾ അതിൽ TGT PGT കമ്പ്യൂട്ടർ സയൻസ് എഴുതിയിട്ടുള്ളവർ റിസൾട്ട് കറക്റ്റ് അറിയിക്കുക. അതോടൊപ്പം തന്നെ പാസ്സായിട്ടുള്ളവർ, അതായത് സെക്കൻഡ് ഇയർ കടന്നിട്ടുള്ളവർ, അതായത് ഇപ്പോഴത്തെ NVS KVSൽ EMRSൻ്റെ വന്നില്ലല്ലോ, അവർ അവരുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ DVക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മൾ റിസൾട്ട് നോക്കിയതിന് ശേഷം, ഫുൾ റിസൾട്ട് വന്നതിന് ശേഷം അതിൻ്റെ എന്താ പറയുക, ഇൻ്റർവ്യൂ സെഷൻസുകളും നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം എല്ലാവരും ഒരിക്കൽ കൂടി നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുക. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.